ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ ഇന്ന്. അതിൻ്റെ ലൈറ്റിങ് പരിപാടികളൊക്കെയാണ് കേട്ടോ അത്. ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. കുറച്ചധികം പണികളുണ്ടല്ലോ. തലേദിവസം രാത്രി ഞാൻ നല്ല കള്ളൊക്കെ ഒഴിച്ച് അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പം. മാവ് പുളിക്കണതിന് മുന്നേ വേഗം അപ്പം ഉണ്ടാക്കിയെടുത്തു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ ഇവിടെ അപ്പവും ഗ്രീൻ ബീൻസ് കറിയാണ് കേട്ടോ. അടുപ്പ് കത്തിക്കൽ എനിക്കൊരു ടാസ്ക് ആയതുകൊണ്ട് വേഗം ആ പണി ആദ്യം ചെയ്തു. അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ചായയും വെച്ചു. കറിക്കുള്ള ഗ്രീൻ ബീൻസും അടുപ്പത്താക്കി. അപ്പോഴേക്കും ചായ തിളച്ചു വന്നു. പിന്നെ ആ ചൂട് ചായ ഊതി കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. ആഹാ, അന്തസ്. ഒരു ദിവസത്തെ ഫുൾ എനർജിയാണിത്. കറി വയ്ക്കാൻ നല്ല ബ്രാലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഷ് അതൊക്കെ റെഡിയാക്കി തന്നു. അത് നുറുക്കി കറി വയ്ക്കുന്ന പണി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് വേഗം കഴിച്ചു. രാവിലെ പുണ്യാളൻ്റെ അമ്പ് വരും. അതിനു മുന്നേ കുറച്ച് പണികളൊക്കെ വേഗം തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. മീനൊക്കെ നുറുക്കി റെഡിയാക്കി. അപ്പോഴത്തേക്ക് രാവിലത്തെ അമ്പ് വന്നു കേട്ടോ. റിച്ചുട്ടിനോട് പിടിക്കാൻ പറഞ്ഞപ്പോൾ അവൻ കൂട്ടാക്കുന്നില്ല. അതാണ് കേട്ടോ കാണുന്നത്. അമ്പൊക്കെ അടുത്ത വീട്ടിൽ കൊണ്ടുവച്ച് വന്നു. വേഗം മീൻ കറി വെക്കാൻ നോക്കുകയാണ്. നമ്മൾ മാങ്ങിയിട്ടിട്ടാണ് കേട്ടോ ബ്രാല് കറി വയ്ക്കുന്നത്. കുറച്ച് പീസ് ഞാൻ വറുക്കാനായിട്ടും മാറ്റി വെച്ചു. വേഗം മീനൊക്കെ വറുത്ത് കറിയൊക്കെ കാച്ചി മീനിൻ്റെ പണികൾ അവസാനിപ്പിച്ചു. മക്കൾ ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് ആ പണികൾ നടക്കുള്ളൂ. ഞാൻ ഇരുന്ന് നുറുക്കുന്നതേ ബീഫിലിടാനുള്ള തേങ്ങ കൊത്താണ് കേട്ടോ. ഞാനിത് നുറുക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് അമ്മ അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ ചിരിക്കുന്നത്. നല്ല തേങ്ങക്കൊത്ത് ഇട്ട ബീഫ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. തേങ്ങക്കൊത്തിട്ട് വരട്ടിയാണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ നുറുക്കി കഴിഞ്ഞ് ബീഫിൽ തേങ്ങക്കൊത്തും മറ്റ് ഐറ്റംസൊക്കെ ഇട്ട് സെറ്റാക്കി. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ വറുക്കാനായിട്ട് ചിക്കനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി ഇത്തിരി കുറവായതുകൊണ്ട് ചിക്കന് കളർ ഇത്തിരി കുറഞ്ഞു പോയി. ഇത്രയും പണികൾ കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയ്ക്ക് 2 മണിയായി. മറ്റ് കറികളൊന്നും ഇല്ലാത്ത കാരണം രാവിലെ വെച്ച മീൻ കറി കൂട്ടിയാണ് ഞാൻ ചോറുണ്ടത്. മീൻ കറി വെക്കുമ്പോൾ അതിൻ്റെ തല കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബ്രാലിൻ്റെ തല കൂട്ടി ചോറുണ്ടു. വിചാരിച്ച പോലെ അല്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫ്രഷ് മീനല്ലേ. അങ്ങനെ ഒരു അടുപ്പത്ത് ചിക്കനും മറ്റേ അടുപ്പത്ത് ഉണ്ണിയപ്പവും റെഡിയാക്കി എടുത്തു. മക്കൾ 2 ഉറക്കായ കാരണം പണികളൊക്കെ വേഗം തീർക്കാൻ പറ്റി. നല്ല മധുരമൊക്കെയുള്ള സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ബീഫ് വരട്ടിയെടുത്തു. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ളതൊക്കെ ശരിയാക്കി. ബീഫ് കട്ട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കിയത്. പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്പ് വരാൻ സമയമായിട്ടോ. നാസിക് ഡോളിൻ്റെ അകമ്പടിയോടുകൂടി അമ്പ് വരുന്നതാണ് ആ കാണുന്നത്. അങ്ങനെ വൈകിട്ടത്തെ അമ്പും വന്നുപോയി. ഇനി അടുത്തത് കുറച്ച് ഫയർ വർക്ക് ആവാം. അമ്പ് തിരിച്ചു പോകുന്നത് വരെയാണ് കേട്ടോ ഈ കലാപരിപാടികളൊക്കെ. കട മൊത്തം വാങ്ങിയെന്ന് വിചാരിക്കണ്ട കേട്ടാ. ഇത് ആകെ 4, 3, 7 കമ്പിത്തിരിയേ ഉള്ളൂ. പിന്നെ പുണ്യാളം പോകുമ്പോൾ പടക്കം പൊട്ടിച്ചില്ലെങ്കിൽ എങ്ങനെ ശരിയാവാന്ന് കരുതി കുറച്ച് പടക്കവും. പടക്കം പൊട്ടിയതിൻ്റെ ആരവാണ് കേട്ടോ കേട്ടത്. അങ്ങനെ അമ്പൊക്കെ തിരിച്ചു പോയതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പള്ളിയിൽ പോയി. രാത്രി 11 മണിയായിട്ടോ പള്ളിയിൽ പോകുമ്പോൾ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇടവകപ്പള്ളി, സെൻറ് തോമസ് ചർച്ച്, പടവരാട്. ഈ സമയത്തും പള്ളിയിൽ നല്ല തിരക്കാണ് കേട്ടോ. കുറച്ച് നേരം പള്ളിയകത്തിരുന്ന് പിന്നെ ലൈറ്റൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് കേട്ടോ എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്. അത് പറയാൻ മറക്കരുതോ.